ഇന്ന് നമ്മളൊരു പാൻറ്റാണ് തയ്ക്കുന്നത് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഒരു തുണി നീളത്തിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു നൈറ്റി ബിറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തയ്ച്ച് പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു നൈറ്റി ബിറ്റോ അല്ലെങ്കിൽ കുറച്ച് വില കുറവായിട്ടുള്ള തുണികൾ എടുക്കുക. ഇത് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഒരു ലൂസ് പാൻറ്റ് ഉണ്ടല്ലോ, അതാണ് തയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പാൻറ്റിൻ്റെ അളവ് എത്രയാണെന്ന് ആദ്യം നോക്കുക. ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ വരുന്ന പാൻറ്റുകളൊക്കെ ആങ്കിൾ ലെങ്ത്തിൻ്റെ ഏകദേശം ആ അളവായിരിക്കും. അപ്പോൾ നമ്മൾ ആ ലെങ്ത്ത് ആണ് ഈ പാൻറ്റിനുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള അളവാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ തുണീനെ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് രണ്ടാക്കി മടക്കുക. എന്നിട്ട് നമുക്ക് പാൻറ്റിൻ്റെ അളവ് നീളം എത്ര വേണമെന്ന് നോക്കുക. നീളം വേണതിന് മുന്നായിട്ട് നമ്മൾ എലാസ്റ്റിക്കാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ മുകളിൽ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ. ഇത് ഒരു കാലളവാണ്. രണ്ടാമത്തെ കാല് നമ്മൾ തുണി മടക്കി കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇങ്ങനത്തെ നമ്മൾ നൈറ്റി ബിറ്റുകളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ നീളത്തിൽ വെച്ചിട്ട് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് പ്രത്യേകിച്ച് നല്ല ലൂസുള്ള ഒരു പാൻറ്റുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇടുപ്പിന് എലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ 2 ഇഞ്ച് വിട്ടു. പിന്നെ എക്സാക്റ്റ് ആയിട്ടുള്ള എത്ര അളവ് വേണോ ഓരോരുത്തർക്കും ആ അളവെടുക്കുക. പിന്നെ താഴെ മടക്കി കൊടുക്കാൻ ഒരു 2 ഇഞ്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. മുകളിലും താഴെ 2 ഇഞ്ച് വിട്ടതിന് ശേഷം ഉള്ളിലാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ആ അളവ് വരുന്നത് കേട്ടോ. ഇതാണ്ടോ, ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള അളവ് കിട്ടും. എന്നിട്ട് നമ്മൾ ഈ തുണിനെ നേരെ എടുത്തിട്ട് രണ്ടാക്കിയിട്ട് മടക്കുക. അതിപ്പോൾ ഇങ്ങനെ ഒരുപാട് നീളം മാത്രമേ ഉണ്ടാവുള്ളൂ, വീതി കുറവായിരിക്കും ഇങ്ങനത്തെ തുണിക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് വെട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നീളത്തിൽ വെച്ചിട്ട് രണ്ടാക്കിയിട്ട് മടക്കുമ്പോൾ ഇതുണ്ടോ, 2 കാല് ഓക്കെ ആയി നമുക്ക്. ഇനിയിപ്പോൾ താഴെയും മേലൊന്നും അളവെടുക്കേണ്ട ആവശ്യമില്ല, അതങ്ങനെ വെച്ച് വെട്ടിയാൽ മതി. ഇനി നമുക്ക് എടുക്കേണ്ടത് തുണിയുടെ അടിവണ്ണം ഉണ്ടല്ലോ, കാലിൻ്റെ അടിവണ്ണം. അതിപ്പോൾ ഓരോരുത്തരുടെ ലൂസ് എത്ര വേണം വെച്ചാൽ നമുക്ക് ഏകദേശം നല്ല ലൂസ് കൊടുക്കാനുള്ള തുണിയുണ്ട്. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഓരോരുത്തർക്കും ഓരോ മാതിരിയായിരിക്കും. അപ്പോൾ ഞാനൊരു 7 ആ അളവിലാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടിയിട്ട് 1 ഇഞ്ചും കൂടിയിട്ട് എക്സ്ട്രാ വിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ 2 മാർക്ക് താഴെ അടയാളപ്പെടുത്തി. മുകളിലാണ് നമ്മുടെ ഇടുപ്പിൻ്റെ ഭാഗം വരുന്നത് കേട്ടോ, അത് മനസ്സിലാക്കുക. താഴെ നമ്മൾ 2 ഇഞ്ച് വിട്ടിട്ട് മടക്കി കൊടുക്കാനായിട്ട് വിട്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് കണ്ട, ഇനി ചെയ്യേണ്ടത് നമ്മുടെ ക്രോച്ച് ലെങ്ത് ഉണ്ടല്ലോ, അത് ഈ ഇടുപ്പിട്ടു നമ്മുടെ കാലിൻ്റെ നടവണ്ണം ഉണ്ടല്ലോ, ആ വണ്ണത്തിൻ്റെ നീളം നോക്കുക. അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ മാതിരി ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ആ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ 2 ഇഞ്ച്, അത് കൂട്ടാൻ പാടില്ല കേട്ടോ. അതിൻ്റെ താഴെയായിട്ട് ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് നമുക്ക് ഏകദേശം 11-12 ഇഞ്ചോളം, ചിലർക്ക് 12 ഇഞ്ച് വെച്ചാൽ നല്ല ലൂസായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു 11 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതാ ആ മാർക്കിലേക്ക് ഒന്ന് വളച്ച് ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് മേൽവണ്ണം നമ്മൾ മുകളിൽ മടക്കിയതാണല്ലോ, അതൊന്ന് വെട്ടിക്കൊടുക്കുക കേട്ടോ, തന്നെ ആക്കുക. എന്നിട്ട് ഇതാ ഇവിടെ വെച്ചിട്ട് ഒന്ന് വെട്ടിയെടുക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പാൻറ്റാണ് കേട്ടോ. ട്രെൻഡിങ് ആയിട്ടുള്ള പാൻറ്റാണ്. ഇതുവരെ നമുക്ക് ലൂസ് എടുക്കാം കേട്ടോ. ഇങ്ങനെയുള്ള വീതി കുറവായിട്ടുള്ള തുണിയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ലൂസ് എടുക്കാം വേണമെങ്കിൽ. ഞാനിപ്പോൾ എത്ര എടുക്കണുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത ലൈനിലൂടെ ഒന്ന് വരച്ചു കൊടുക്കുക, വെട്ടിക്കൊടുക്കുക. നമ്മളിപ്പോൾ സ്ട്രൈറ്റ് പാൻറ്റ് അല്ല, എന്നാലും സ്ട്രൈറ്റ് പാൻറ്റിൻ്റെയൊക്കെ ഒരു ഏകദേശ ലെവൽ വരും കേട്ടോ. ഇത് സ്ട്രൈറ്റ് പാൻറ്റ് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ നോക്കി വേണ്ടവർ വെട്ടാം കേട്ടോ. ഇതുപോലെ ആയില്ലേ. എന്നിട്ട് നമ്മളിത് 2 തന്നെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് നിവർത്തി വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2ഉം കൂടി ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് ആ ക്രോച്ച് ലെങ്ത്തിൻ്റെ അവിടെ മാത്രം അവിടെ നിന്ന് അങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കണം. അതുപോലെ മുകൾ വശം ഉണ്ടല്ലോ, അതും അതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. താഴെ ഞാൻ ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് കാലിൻ്റെ അടി കുറച്ച് സ്റ്റിഫായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നെക്കിലൊക്കെ വെച്ച് കൊടുക്കുന്ന ആ ക്യാൻവാസാണ് കേട്ടോ. ആദ്യം ഒരു 4 ഇഞ്ച് മടക്കി കൊടുക്കുക, എന്നിട്ട് ഒന്നുകൂടെ മടക്കി കൊടുക്കുക കേട്ടോ. എത്ര അറിയാത്തവർക്ക് വേണമെങ്കിലും ഈ പാൻറ്റ് തയ്ക്കാം. ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റിയ ഒരു പാൻറ്റാണ് കേട്ടോ. അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ മേൽവശത്തൂടെ ഒരു അടി അടിക്കുക കേട്ടോ. 1-2 അടി അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കാണാനൊരു ഭംഗിയുണ്ടാവും. പിന്നെ ആ ക്യാൻവാസും തുണിയും കൂടിയിട്ട് കുറച്ചുകൂടെ അറ്റാച്ചായി നിൽക്കും.
ഒന്ന് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്, എന്നാലും നമ്മളൊന്ന് മേൽവശത്തൂടെ അടിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് നിൽക്കും. ഇതുപോലെ ഒരടിയും കൂടി ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നീറ്റായില്ലേ? ഇനി 2 കാലും അതുപോലെ മറ്റേ കാലും അടിച്ചു കൊടുക്കുക. ആദ്യം ഒന്ന് 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക, എന്നിട്ട് പിന്നെ അടിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കുക കേട്ടോ. എന്നിട്ട് ഇനി നമ്മൾ അടിക്കേണ്ടത് ക്രോച്ചിൻ്റെ ആ ഭാഗം വരുന്നില്ലേ, ആ ഭാഗമാണ് ഇനി അടിക്കേണ്ടത്. ഈ വശത്തും ബാക്ക് വശവും ഫ്രണ്ട് വശവും ചേർത്ത് അടിക്കുക. നമ്മൾ ആ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, വളച്ചിട്ടുണ്ടല്ലോ, ആ ഭാഗം വരെ അടിക്കുക കേട്ടോ. നമ്മൾ 11 ഇഞ്ച് മാർക്ക് കൊടുത്തിട്ടുണ്ട്, അതുവരെ ഒന്ന് അടിച്ച് നിർത്തുക കേട്ടോ. രണ്ട് 3 അടിയൊക്കെ അടിച്ചു കൊടുക്കണം കേട്ടോ. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയും മറിയൊക്കെ ചെയ്യുമ്പോൾ സ്റ്റിച്ച് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ആ ഭാഗങ്ങളൊക്കെ 2 അടി അടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ബാക്കും ഫ്രണ്ടും നമ്മൾ ഇതുപോലെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ രണ്ടും ഇങ്ങനെ ഒന്ന് നിവർത്തി പിടിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു സഞ്ചി പോലെ ഒരു ഷേപ്പിൽ വരും, ഇത് കണ്ടോ. എന്നിട്ട് നമ്മൾ 2 കാലിൻ്റെ ഈ വശങ്ങൾ ചേർത്ത് വി ഷേപ്പിൽ വരുമല്ലോ, അത് ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് അടിക്കുക കേട്ടോ താഴെ വരെ. പിന്നെ ഇടുപ്പിൻ്റെ അവിടെ നമ്മൾ എലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു 1/4 ഇഞ്ച് മടക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഒന്നിൽ നമ്മൾ എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു 26-27 ഇഞ്ചോളം എലാസ്റ്റിക് എടുത്തിട്ട് നമുക്ക് 4 ഇപ്പോൾ ഒരു 40 ഇഞ്ചാണെങ്കിൽ നമ്മൾ ഒരു 29-30 ആ ഇതിലെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിരിക്കും. അതായത് 4ൽ 3 ഭാഗം എലാസ്റ്റിക് എടുത്താൽ മതി. പിന്നെ നമ്മളിങ്ങനെ വലിയുമല്ലോ, വലിയുമ്പോൾ കറക്റ്റ് ആവും ഇടുപ്പിലേക്ക്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എടുത്താൽ മതി. ഓരോരുത്തർ എന്താ പറയുക, തടി കൂടുതലായിരിക്കും അല്ലെങ്കിൽ സ്ലിം ആയിരിക്കും. 4ൽ 3 ഭാഗം എടുത്താൽ മതി. എന്നിട്ട് ഞാനിപ്പോൾ എലാസ്റ്റിക് 2 ഭാഗം കൂടി ജോയിൻ ചെയ്തിട്ട് ഉള്ളിലിട്ടിട്ട് അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ആ 2 ഇഞ്ചിൻ്റെ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ ഈ സൂചി നമ്മൾ എലാസ്റ്റിക്കിൽ പെടാതെ അടിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വലിച്ചാൽ വരില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. വലിച്ച് അടിക്കുമ്പോൾ സൂചി എലാസ്റ്റിക്കിൽ പെടരുത് കേട്ടോ, തുണിയിൽ മാത്രം പെടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചിട്ട് നമ്മൾ എലാസ്റ്റിക് ഒരു സേഫ്റ്റി പിന്നെ എന്തെങ്കിലും ഇട്ടിട്ട് ഉള്ളിൽ കൂടെ എടുത്താലും മതി കേട്ടോ. 2 രീതിയിൽ നമുക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ അടിച്ച് എടുത്തതിന് ശേഷം വീണ്ടും മുകളിൽ എലാസ്റ്റിക്കും തുണിയും കൂടി പതിഞ്ഞ് വരുന്ന രീതിയിൽ ഒന്നുകൂടെ അടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവും. അടിച്ച് റെഡി ആയിട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു പാൻറ്റാണ്, കണ്ടോ.